നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ എന്നേ വൈകിട്ട് ഒന്ന് ചേരാന്നുള്ള ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യത്തിന് ഞാനിപ്പോ ഈ എടപ്പള്ളി ഭാഗത്തേക്ക് വന്നേക്കാണ്. സാധാരണ നമ്മളെ ലുലുവിന്റെ തൊട്ടിപ്പുറത്തുള്ള റൂട്ടില് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് ചേരാന്നുള്ള ഒരു ഭാഗത്തേക്ക് പോവാം. ഇതിപ്പോ അവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തേക്ക്. എന്തിനാന്നറിയാമോ? ലുലു എന്ന് പറയുന്ന ഒരു വാണിജ്യ സ്ഥാപനത്തില് ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത്. ഇപ്പൊ ഞാൻ എന്തോരം ദൂരം വന്നിട്ടാണ് ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് തിരിച്ചു പോകണമെന്ന് പറയാം. ഇനിയിപ്പോ ഇവിടുന്ന് യൂ ടേൺ എടുത്താൽ മാത്രം പോരാ, തിരിച്ച് ഞാൻ ഇനി ആ ബ്ലോക്കിൽ മൊത്തം കിടക്കണം. ഈ യൂസഫ് അലി എന്ന് പറഞ്ഞ ആള് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന് ജീവിക്കാൻ സമ്മതിക്കൂലേ ഇവരെന്തേ കിടന്ന് കാണിക്കണേ? ഞാനിപ്പോ 1 കിലോമീറ്ററോളം യൂ ടേൺ എടുത്തിട്ടാണ് തിരിച്ച് ഞാൻ ഇനി ചേരാന്നുള്ള ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടത്. ഇത്ര അടിച്ച പെട്രോൾ യൂസഫ് അലി കൊണ്ടേ തരുമോ എനിക്ക്? ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു സാധനം ഇവിടെ പണിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെന്ത് ഗുണം? അയാള് കുറെ കോടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനെ ജീവിക്കാൻ പറ്റില്ലേ? ഇവിടെ തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും ടാക്സ് ആണ്. എല്ലാം കൊടുത്തിട്ടാണ് റോഡിലോട്ട് ഈ കോപ്പ് വണ്ടി ഇറക്കണത്. എന്നിട്ടാണ് ഇമാര് കിടന്ന് കാണിക്കണത്. എത്ര ദൂരം ഇനിയിപ്പോ ഞാൻ ഈ ബ്ലോക്കിൽ, അതായത് ലുലുവിന്റെ അവിടെ വരെ ഞാൻ ഈ ബ്ലോക്കിൽ ഇവിടെ കിടക്കണം. എന്തോരം വണ്ടികളുണ്ട്. എനിക്കൊരു അർജന്റ് ആയിട്ടാണ് ഞാൻ ഒരു ഭാഗത്തേക്ക് പോണത്. ഇപ്പൊ ഞാൻ മൊത്തം കഷ്ടപ്പെട്ടത് കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 1/4 മണിക്കൂർ ഇറങ്ങി നീങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ ലുലുവിന്റെ അവിടെ കടക്കാൻ പറ്റുള്ളൂ. ഇവനതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്തുണ്ടാക്കണത്? യൂസഫ് അലിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അയാളുടെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം. നാട്ടുകാരെ നെഞ്ചത്തോട്ട് കയറ്റാനല്ല വെക്കേണ്ടത്. ഞാനിവിടെ തൊട്ടപ്പുറത്ത് പോലീസ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കണേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ ലുലുവിലെ ഓഫറിന് വേണ്ടിയിട്ടാണ് അവര് അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അവിടെ വണ്ടികൾ കയറി പോണു, അതുകൊണ്ടിട്ടാണ് ഇതാക്കുന്നത്. ലുലുവിന് ഓഫർ ഉണ്ടെങ്കിൽ അത് ലുലുവിന്റെ അകത്ത് നാട്ടുകാർ പബ്ലിക്കിനെ ബുദ്ധിമുട്ടിക്കല്ല ചെയ്യേണ്ടത്. ഇതിപ്പോ എന്തോരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനിയിപ്പോ എനിക്ക് എന്റെ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഫ്രണ്ടിൽ കിടക്കണ വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഊഹിക്കാവുന്നുള്ളൂ.